ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് പുഷ്പ മൂവിയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒരു കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് മൈത്രി പ്രൊഡക്ഷൻ തന്നെയാണ് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരിക്കുന്നത്. 1832 CR ആണ് ഗായ്സ് പുഷ്പ 2 എന്ന പടം വേൾഡ് വൈഡായി കളക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഗൈസ്, എന്ത് തേങ്ങയാണ് ഈ പടത്തിൽ ഇത്ര മാത്രം കളക്ഷൻ വരാനുള്ള റീസൺ എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് മനസ്സിലാക്കിയവർ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ബിക്കോസ് നമ്മളെല്ലാവരും പുഷ്പ 2വിന് വേണ്ടി ഇത്രയും എക്സൈറ്റ്മെൻറ്റോട് കൂടി കാത്തിരിക്കാനുള്ള മെയിൻ റീസൺ ഞാൻ മനസ്സിലാക്കുന്നത് പുഷ്പ 1ൽ ബൻവർ സിംഗ് ഷിഖാവത്ത് എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച ഫഹദ് ഫാസിലിൻ്റെ ആ ഒരു അഭിനയ മികവ് കൊണ്ട് മാത്രമാണ് സെക്കൻഡ് പാർട്ടിന് വേണ്ടി നമ്മളെല്ലാവരും ഇത്രയും എക്സൈറ്റ്മെൻറ്റോടുകൂടി കാത്തിരുന്നത്. പക്ഷേ അത്രയും ലോ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു സെക്കൻഡ് പാർട്ടിൽ ബൻവർ സിംഗ് ഷിഖാവത്ത് എന്ന ക്യാരക്ടറിനെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റീസൺ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പുഷ്പ 1ലെ ക്യാരക്ടർ തന്നെ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു ബൻവർ സിംഗ് ഷിഖാവത്തിൻ്റെ. എനിക്ക് തോന്നുന്നു ഒരു പടി മുകളിൽ ആയി എന്ന് തോന്നിക്കുന്ന റേഞ്ചിലായിരുന്നു ഫഹദ് ഫാസിലിൻ്റെ ആ ഒരു അഭിനയ മികവ് പുഷ്പ 1ൽ കാണാൻ വേണ്ടി സാധിച്ചത്. ആ ഒരു ഭയം കൊണ്ട് തന്നെ ആയിരിക്കണം പുഷ്പ 2ലേക്ക് വരുമ്പോൾ ഇത്രയും കോമാളി എന്ന് വേണമെങ്കിലും പറയാം. അത്രയും ലോ പ്രൊഫൈലായിട്ടാണ് പുഷ്പ 2ൽ ബൻവർ സിംഗ് ഷിഖാവത്ത് എന്ന ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കേരളത്തിൽ ഇത്രയും അട്ടർ ഫ്ലോപ്പ് ആവാനുള്ള റീസൺ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്തുകൊണ്ടാണ് ഇത്രയും ഒലക്ക പോലത്തെ പടം ഇത്രയും കളക്ഷൻ നേടാനുള്ള റീസൺ എന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.